ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു കഥ പറയാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു കംപ്ലീറ്റ് ബിരിയാണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ ലൈവ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലൈവ് സവാള കട്ട് ചെയ്യുന്നത് മുതൽ തുടങ്ങി. അങ്ങനെ സവാള ഫ്രൈ ചെയ്തു, കാഷ്യൂ ഫ്രൈ ചെയ്തു, കിസ്മിസ് ചെയ്തു, ഇതുവരെ എത്തി. അപ്പോഴേക്കും തന്നെ 1 മണിക്കൂറിനടുത്തായി ലൈവ്. ഞാൻ വിചാരിച്ചു ഇത് കഴിയുമ്പോഴേക്കും തന്നെ ഒരു 2-3 മണിക്കൂറാവും. അപ്പോൾ അത്രയും നേരം വെറുതെ എന്തിനാ ആൾക്കാരെങ്ങനെ ഇതാക്കുന്നതെന്നുള്ളതിൽ ഞാൻ ലൈവ് കട്ടാക്കി. എന്നിട്ട് ഞാനൊരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലൈവ് കട്ടാക്കിയപ്പോൾ ഞാൻ ആ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്ത്. കുറേ ചിക്കൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാൻ കുറേ ടൈം എടുത്ത്. അത് കഴിഞ്ഞ് അതേ ഓയിലിലേക്ക് സ്പൈസസും സവാള ഇട്ട്. അതുവരെ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അപ്പോഴേക്കും തന്നെ 1 മണി കഴിഞ്ഞ് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചടപടേന്നായിരുന്നു എനിക്ക്. പിന്നെ ഒന്നും വീഡിയോ എടുക്കാനും പറ്റില്ല. എനിക്ക് ആകെ വിഷമമായി പോയി. കാര്യം ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുള്ള് ചെയ്യുന്നത്. അത് എനിക്കൊരു വീഡിയോ ആക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സിമ്പിൾ ലഞ്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഉമ്മയും പകുതി ചെയ്യാറുണ്ട്, ഉമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൂടുതലും ഉമ്മയായിരിക്കും ചെയ്യുക, ഞാൻ ജസ്റ്റ് പോയി ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാനാണ് ഇതിൽ കൂടുതൽ. ഇന്ന് ഞാൻ കുറേ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനിത് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചതല്ല, പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വിഷമം മാറാനായിട്ട് എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യണം ഗൈസ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.